വാർദ്ധക്യവും ഫിസിയോതെറാപ്പിയും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. നമ്മുടെ നാട്ടിൽ മറ്റ് നാടുകളെ അപേക്ഷിച്ച്, വിദേശ രാജ്യങ്ങളെയൊക്കെ അപേക്ഷിച്ച് ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെൽത്ത് ക്ലബ്ബുകളിൽ പോകുന്നവരും ഹെൽത്തിന് വേണ്ടിയിട്ട് ഒത്തിരി കാശ് ഇൻവെസ്റ്റ് ചെയ്യുന്നവരും ഒക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ജീവിതശൈലി രോഗങ്ങളും വാർദ്ധക്യ സഹജമായിട്ടുള്ള മറ്റ് അസുഖങ്ങളും പുറം രാജ്യങ്ങളെക്കാട്ടിയും വളരെ കൂടുതലാണ് കേരളത്തിൻ്റെ അവസ്ഥ. എന്തൊക്കെയാണ് പൊതുവെ വാർദ്ധക്യകാലത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനമായിട്ട് നമുക്കുണ്ടാകുന്ന മൊബിലിറ്റിയിൽ ഉണ്ടാകുന്ന കുറവ് തന്നെയാണ്. നമുക്ക് പണ്ടത്തെ പോലെ മൂവ് ചെയ്യാൻ പറ്റാതിരിക്കുക, നമ്മളൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോസസ്സിംഗ് സ്പീഡിന്റെ കുറവ്, അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന കോർഡിനേഷനും ബാലൻസിന്റെയും ഇഷ്യൂസ്. ഈ കോർഡിനേഷനും ബാലൻസും പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നതുകൊണ്ട് തന്നെ നമുക്കുണ്ടാകുന്ന വീഴ്ചകൾ, റിപ്പീറ്റഡ് ആയിട്ട് ഉണ്ടാകുന്ന വീഴ്ചകൾ, ഈ വീഴ്ചകൾ നമ്മളെ പലപ്പോഴും ഫ്രാക്ചേഴ്സിലേക്ക് നയിക്കാറുണ്ട്. ഇത് കൂടാതെ തന്നെ ജീവിതശൈലി രോഗങ്ങൾ അല്ലെങ്കിൽ മസ്കുലോസ്കെലിറ്റൽ രോഗങ്ങളും തേയ്മാനങ്ങളും മസിൽസിനുണ്ടാകുന്ന വീക്ക്നെസ്, ന്യൂറോളജിക്കലി ഉണ്ടാകുന്ന വീക്ക്നെസ് പ്രശ്നങ്ങൾ നമ്മുടെ ഒരു റിപ്പീറ്റഡ് ഹോസ്പിറ്റലൈസേഷനിലേക്ക് പലപ്പോഴും നയിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ കഴിയും. ഇതെല്ലാം കൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി മെന്റൽ പ്രോബ്ലംസും ഉണ്ടാവാറുണ്ട്. കാരണം റിപ്പീറ്റഡ് ആയിട്ടുള്ള ഈ ഒരു ഇൻസിഡൻസ് നമുക്ക് പലപ്പോഴും മൂഡ് സ്വിങ്സ് ഉണ്ടാക്കും, നമുക്ക് ഒത്തിരി ഡിപ്രഷൻസ് ഉണ്ടാക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. അതിനോടൊപ്പം തന്നെ പലപ്പോഴും നമ്മുടെ അറ്റൻഷൻ സ്പാൻ കുറയുന്നതായിട്ടും അല്ലെങ്കിൽ മെമ്മറി ലോസും ഒക്കെയും ഇതിനകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സോ ഫിസിയോതെറാപ്പിക്ക് എങ്ങനെയാണ് ഈ വിഷയങ്ങളിൽ നിന്ന് നിങ്ങളെ സേവ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. ഒരു എക്സ്പീരിയൻസ്ഡ് ഫിസിയോതെറാപ്പിസ്റ്റ് നിങ്ങളെ അസസ്മെന്റ് നടത്തിയിട്ട് ഓരോ പേഷ്യന്റിനും ആവശ്യമായ തരത്തിൽ ആ ഒരു പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്ലാൻ ഉണ്ടാക്കി അതിനകത്ത് പെയിൻ മാനേജ്മെന്റ് വേണ്ടവർക്ക് അതും ഇൻക്ലൂഡ് ചെയ്യും. അതിനോട് കൂടെ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള എക്സസൈസ് പ്രോഗ്രാംസ് നിങ്ങൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്യുന്നതിലൂടെ ആ പ്രോപ്പറായിട്ടുള്ള എക്സസൈസ് പ്രോഗ്രാംസ് നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് പോകുന്ന സമയത്ത് വളരെ കുറഞ്ഞ സിറ്റിങ്സുകൾക്കുള്ളിൽ തന്നെ ഈ നഷ്ടപ്പെട്ടു പോയ കോൺഫിഡൻസ് നമുക്ക് തിരികെ നേടുവാനും നമ്മുടെ ബാലൻസും ഇംപ്രൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ കോർഡിനേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ഇംപ്രൂവ് ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഫിസിയോതെറാപ്പി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു. കാരണം എല്ലാ മനുഷ്യരുടെയും മനസ്സിലുള്ള ഏറ്റവും വലിയൊരു ഫിയർ ആണ് ഞാൻ എൻ്റെ പ്രൈമറി നീഡ്സിന് വേണ്ടിയിട്ട് മറ്റൊരാളിനെ ആശ്രയിക്കേണ്ടി വരുമോ എന്നുള്ളത്. ഫിസിയോതെറാപ്പിയിൽ നമ്മളൊരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ അവരുടെ അവസാനത്തെ നിമിഷം വരെയും ഇൻഡിപെൻഡൻ്റ് ആയി തീരുവാൻ, അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് ഹെൽപ്പ് ചെയ്യുവാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അങ്ങനെയുള്ള ആക്ടിവിറ്റീസിനെ മാക്സിമം പ്രൊമോട്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആക്ടിവിറ്റീസിനെ കൂടുതൽ അവരെ കൊണ്ട് ട്രെയിൻ ചെയ്യുകയാണ് ഫിസിയോതെറാപ്പിയിലൂടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആരെയും ആശ്രയിക്കാതെ നിങ്ങളെ കാര്യങ്ങളൊക്കെയും ബെറ്ററായിട്ട് ചെയ്യുവാനും വീഴ്ചകളെ കുറയ്ക്കുവാനും ബെറ്റർ മെന്റൽ ഹെൽത്ത് ആൻഡ് ബെറ്റർ ഫിസിക്കൽ ഹെൽത്ത് വഴി ഒരു ലോങ് ഹാപ്പി ലൈഫിലേക്ക് നിങ്ങളെ നയിക്കുവാനും ഫിസിയോതെറാപ്പി സഹായിക്കുന്നു.